ഹല്ലേലൂയ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ. വലമിടമായിരങ്ങൾ വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ. തുണയെനിക്കേശുവേ കുറവിനി ഇല്ലതാൽ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേ Hallelujah, hallelujah, hallelujah. I was just prompted to sing these 4 lines, I don't know for what reason. We might be having a feeling that nobody is there by our side. But Holy Spirit wants to tell us that no, it's not that way. Thousands may fall down, 10,000s may go down, but God is there with us. For today's meditation, Jeremiah chapter 32 and verse 27. Behold, I am the Lord, the God of all flesh. Is there anything too hard for me? നല്ല പരിചയമുള്ള ഒരു വചനമായത്. ഞാൻ സകല ജഡത്തിൻ്റെയും യഹോവയാം ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? It's a question. It's a challenging question. This question should always ring to our hearts and minds. We all go through various challenges in our life. ദുർഘടമായ ഒത്തിരി നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. This particular question, God himself is asking to his servant Jeremiah. We look into it from 17 onwards. There is a prayer of Jeremiah, and the first verse is worthy to be noted. If you could just read 17 verse 32 and verse 17. Ah, Lord God, behold, you have made the heavens and the earth by your great power and outstretched arm. There is nothing too hard for you. There is nothing too hard for you. Jeremiah is starting his prayer by saying that there is nothing too hard for you. അങ്ങേക്ക് അസാധ്യമായത് ഒന്നുമില്ല. യെരമ്യാവിൻ്റെ പ്രാർത്ഥനയുടെ തുടക്കം അവിടെയാണ്. And again, പിന്നത്തേതിൽ വരുമ്പോൾ ദൈവം പറയുക, യെസ്, എനിക്കൊരു കാര്യവും അസാധ്യമല്ല, ഒന്നും എനിക്ക് അസാധ്യമല്ല. ഈ ഒരു വചനം ഭയങ്കര ഗാംഭീര്യമുള്ളതാണ്. ഇറ്റ്സ് വൈബ്രന്റ്. It's volatile. It would impact your soul. It would impact your personality. It would impact the situation which you go through. എത്ര ജീർണിച്ച വിഷയമാണെങ്കിലും ഈ ഒരു ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. Jeremiah is living in the place called Judea, Jerusalem. What is happening is that they have been taken captive by Babylon. ബാബേൽ രാജാക്കന്മാരാൽ. They were also called as Chaldeans. അവരാൽ പിടിക്കപ്പെട്ട ആ രാജ്യം. But then God is telling him, you buy some land here. നീ കുറച്ച് സ്ഥലം ഇവിടെ വാങ്ങണം. എല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന വേളയിലെ
കൊച്ചിയിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ഇൻ 2017 ആൻഡ് 2018 2 വർഷങ്ങൾ അടുപ്പിച്ച് വെള്ളപ്പൊക്കമുണ്ടായി. ഒരു ഭയമുണ്ടായി. ഒത്തിരി വിദൂരതയിലല്ലാത്ത ഒരു ഡാം ചിലപ്പോൾ പൊട്ടി ഒഴുകിയേക്കാം. മനുഷ്യന് ഭയമായി. അതിൻ്റെ മധ്യത്തിൽ ഫോർ ഷ്യൂർ സോ മെനി ലെഫ്റ്റ് ദെയർ പ്ലോട്ട്, ലെഫ്റ്റ് ദെയർ ലാൻഡ്. ദേ ട്രൈ ടു സെൽ ഇറ്റ് ഓഫ്. അവിടെ ഇനി താമസിക്കാൻ താല്പര്യമില്ല, ഭയമായി. ഏത് സമയത്തും ഡാം പൊട്ടിയേക്കാം. അതിൻ്റെ മധ്യത്തിൽ ഒരുവനോട് ദൈവം പറയുക ബൈ എ ലാൻഡ് ഹിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എ ജുഡീഷ്യസ് മാൻ, ചിന്താശേഷിയുള്ള ഒരുവനും അതിൻ്റെ മധ്യത്തിൽ ഒരു സ്ഥലം വാങ്ങത്തില്ല. പക്ഷെ ദൈവം തന്നോട് പറയുക നീ ഇവിടെ ഒരു വസ്തു വാങ്ങണം. അതുകൊണ്ട് ദൈവം തന്നെ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളായത്, ഞാൻ സകല ജഡത്തിൻ്റെയും യഹോവയാണ് എന്ന് വെച്ചാൽ എത്ര ക്യാപ്റ്റിവിറ്റി ഉണ്ടെങ്കിലും, യു മൈറ്റ് ബി ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സ്ലേവറി, ഇനിയും ഒരു സാധ്യതയില്ല എന്നൊക്കെ ലോകം പറഞ്ഞാലും സാഹചര്യങ്ങൾ അതാണെങ്കിലും, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് God is telling you, എനിക്ക് കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ? ഈ ഒരു ചോദ്യത്തിന് നമ്മുടെ യാഗം എപ്പോഴും ഇങ്ങനെ കത്തി നിൽക്കണം. ഇല്ല കർത്താവ്, ഇല്ല. അങ്ങേക്ക് കഴിയാത്തതായി ഒരു കാര്യവുമില്ല. ഒറ്റ കാര്യം അങ്ങേക്ക് കഴിയാത്തതായിട്ടില്ല. Look into your situation, your circumstances. Let me tell you, you would be thinking that now there is no possibility, no way out. ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. മാനുഷികമായ ഒത്തിരി യത്നങ്ങളൊക്കെ നടത്തി എവിടെയൊക്കെയോ ചെന്നിട്ട് അസ്തമിച്ചു. ഇനിയും കഴിയത്തില്ല, ഇതിനപ്പുറം എന്താ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ചിന്താ കുഴപ്പം, ഒരു ഭാരം നമ്മളിൽ ഉണ്ടായേക്കാം. But in the midst of that, don't be forgetting this particular verse, Jeremiah 32:27. ഞാൻ സകല ജനത്തിന്റെയും 800 crore 8 ബില്യൺ ജനത്തിന്റെയും യഹോവയായ ദൈവമാ ഞാൻ. എനിക്ക് ആരെ വേണമെങ്കിലും, ഏത് രാജാവാണെങ്കിലും തന്റെ വാക്കുകള്, തന്റെ കമാൻഡ്മെന്റിനെ വേർതിരിച്ച് തിരിച്ചു മാറ്റാൻ എനിക്ക് പ്രാപ്തിയുണ്ട്. The possibility of God ഭയങ്കരമാണ്. ഈ ഒരു ചോദ്യം എപ്പോഴും നമ്മുടെ യാഗത്തിങ്ങനെ തിളച്ചു നിൽക്കണം, നിറഞ്ഞ് കവിഞ്ഞു നിൽക്കണം. Hallelujah. Let me tell you, if God has promised something to your life, in your life, to you, അതിനകത്ത് ക്ലിങ് ഓൺ ചെയ്യണം, ക്ലീവ് ഓൺ ചെയ്യണം. I tell you, if God has spoken something, it will come to pass. Jeremiah, in the midst of all these adversities, all these abnormal circumstance, no, he knows that when God has said something, he will do that. ഈ 17ാമത്തെ വാക്യത്തോട് ഞാൻ താഴെ വായിച്ചു വന്നപ്പം ശ്രദ്ധിച്ചൊരു കാര്യം, അവിടെ എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തെ താൻ വിവരിക്കുകയാണ്, ഉയർത്തുകയാണ്. ജെറമ്യാവിന്റെ പ്രാർത്ഥനയാണ്. പക്ഷെ അവിടെ എല്ലാം വല്ലഭനായ ദൈവത്തിൻ്റെ സാധ്യതകളാണ് താൻ പങ്കുവെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. When we pray to God, things might not be that much favorable to you. സത്യമാണ്. In the midst of that, cling on with God. ദൈവത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് നല്ല ഗ്രാഹ്യം നമ്മുടെ അകത്തളത്തുണ്ടാകണം. The whole world would say, no, it is not going to happen. എന്നാര് പറഞ്ഞാലും നമ്മുടെ യാഗം കൊണ്ട് സ്വർഗത്തിലെ പിതാവിന്റെ വാക്കുകളുടെ മേലെ തൂങ്ങിക്കിടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ. See, when we would be hearing prophetic utterings, പലപ്പോഴും ഒരു മനുഷ്യന്റെ വാക്കായി മാത്രം ചുരുക്കുന്ന ഒരു പ്രകൃതം നമുക്കുണ്ട്. Or else ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു മുഖാന്തരത്തിലൂടെ God has spoken to me എന്ന് കണ്ട് നമ്മൾ എഴുതി വെച്ചിട്ട്, എൻ്റെ അപ്പാ, Lord, things are not working out well for me, but even then I look unto your word, oh God, which you have uttered to me, and I believe that it is going to happen, oh God. Happen, oh God, happen, oh God. പറയുന്നൊരു ശീലം നമുക്കുണ്ടായി വരട്ടെ. Jeremiah 32:27. I want you all, please learn it by heart. നമ്മുടെ അകത്ത് നിറഞ്ഞു നിൽക്കട്ടെ ആ വാക്യം. ഒന്നിൽ നിൽക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട്. Genesis chapter 18 and verse 14. Is there anything too hard for the Lord? At the appointed time I will return to you,
according to the time of life, and Sarah shall have son. Is there anything too hard for the Lord? ദൈവത്തിൻ്റെ ഏഞ്ചലിൻ്റെ വാക്കാണ്. വയോധികയായ പ്രായാധിക്യത്തിൽ വന്നിരിക്കുന്ന 89 വയസ്സ് പ്രായമുള്ളൊരു മാതാവ്, 99 വയസ്സ് പ്രായമുള്ളൊരു പിതാവ്. And we know, for that woman to bear a child, her fertility is over. She is not fertile now. എല്ലാം നിലച്ചു. എവിടെയാണിത് സാധിക്കുന്നത്? It is impossible. Impossible ആണ്. Impossible ആണ്. ഇവൻ ഇന്ന് ഈ വചനത്തിൽ ഇത് എഴുതിയിട്ടില്ല എങ്കിൽ ഒരാൾക്ക് പോലും നമ്മളിലുള്ളവർ ഇത് വിശ്വസിക്കത്തില്ല. No. How come it is going to happen? It's not going to happen. You talk to any gynecologist, എത്ര വലിയവരാണെങ്കിലും അവർ no, it is impossible. It is impossible. It's not going to work out. But here somebody comes to Abraham and Sarah and tells them, വരുന്ന വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരാൺ പൈതലിനെ അണയും. Think over. Is it not natural for Sarah to laugh at that? She laughed. തെറ്റൊന്നുമല്ല, പാപമൊന്നുമല്ല. ഇത് എവിടെയാ സംഭവിക്കുന്നത്? ഇതെവിടെയാ നടക്കാൻ പോകുന്നത്? നോ. ആ പ്രതീക്ഷ എനിക്കും പോയി. എനിക്ക് വേണ്ടത് നടക്കാത്ത കാര്യം എന്തിനാ എന്നോട് വല്ലതും ഇപ്പോഴും ഇങ്ങനെ പറയുന്നത്? And for sure, though Sarah laughed at that time, maybe she would have went inside, then she would have thought, അയ്യോ, എൻ്റെ നല്ല പ്രായത്തിൽ maybe 30, 35, 40 years വരെ സാധ്യത ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. Now it is 89 years old. ഇതെന്തിനാ ദൈവമേ എന്നോട് ഇതൊക്കെ പറയുന്നത്? വേണമായിരുന്നോ ഇത് എന്ന് പറഞ്ഞ് ചിരിക്കുന്ന അതേ സാറ, she would have started crying. ഇതെന്നോട് വേണമായിരുന്നു, വേണ്ടായിരുന്നു ദൈവമേ. For sure she would have cried. But then let me tell you, my dear ones, ദൈവം ഒരു കാര്യം പറഞ്ഞാലേ, ദൈവത്തിന് പ്രായം അറിയാത്തത് കൊണ്ടൊന്നുമല്ല പറയുന്നത്. It is natural for a 35-year-old woman to bear a child. It is not a big deal. It's not a big deal. I remember having heard about a testimony which had happened in M.A. Varghese pastor's church in Bethel Assemblies of God, Bangalore, years back. Maybe it was in 1999. I heard a testimony. A servant of God, they have 21 days fasting prayer every year. Lots of prophets would be coming. A prophet came to that church and prophet is ministering. Suddenly he moves in the spirit and goes to a woman and gives a prophetic word that you would be having a child next year. By this time you would be having a child. Till that time, സമയെല്ലാം ആത്മാവിലാണ്. But suddenly when that particular word was uttered, ഒറ്റ നിമിഷം കൊണ്ട് M.A. Varghese pastor പറയും, ഞാൻ ഉൾപ്പെടെ. Because we know that she doesn't have a uterus in her. Uterus ഇല്ലാത്തൊരു സ്ത്രീ. How come she's going to bear a child? നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ how come it is going to happen? After the meeting, M.A. Varghese pastor tells that servant of God, കർത്താവിൻ്റെ ദാസനെ, ഈ ബാക്കിയുള്ള ദൂതുകളൊക്കെ ഞാൻ ഏറ്റെടുത്തു, പക്ഷെ ഈ ഒരു ദൂത് കട്ടിയല്ലേ, ഇതൊക്കെ നടക്കുമോ? Then that servant of God realized what I uttered was this. He said, I don't know, dear man of God. Whatever Holy Spirit told me, I have conveyed. എനിക്കൊന്നും അറിയത്തില്ല. M.A. Varghese pastorന്റെ സാക്ഷ്യമാണ് ഞാൻ കേട്ടത് കേട്ടോ. Maybe it was in 2000 when he said, next year, it's beyond a medical, understanding, a medical science and a comprehension apart. Next year, I don't know. We have got doctors out here. How you are going to look into it, I don't know. But then, for sure, next year, അടുത്ത വർഷമായപ്പോഴേ അതേ ചർച്ചിൽ, M.A. Varghese pastor says that now you could see an infant out there in a hand. Next, after a few months, that infant becomes a toddler. Now the toddler, runs around and the child's name is Samuel. ആ കുഞ്ഞിന് അവർ സാമുവൽ എന്ന് പേരിട്ടു. Is it possible? Is it hard? Is it impossible?
It's not impossible. See, Sarah, വയോധികയായ സാറയോടുള്ള ദൂതായത് ഉറപ്പായിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ദൂതാണ്. നോ, എൻ്റെ സമയം കഴിഞ്ഞു പോയതാ. ഇറ്റ്സ് ഫൈൻ വിത്ത് മീ, ഐ വിൽ മാനേജ്, ഐ ഹവ് ടേക്കൺ ഇറ്റ്. That's what the will of God is. That's what the plan of God is. I don't have any issue. It's fine with me. No. But even when everything goes fine, suddenly somebody intervenes in our life. When we have taken it, no. Things are fine with me. Madiyallo. Kodapamilla. Atrayam madi. Suddenly, let me tell you, Devam, when He intervenes to our situation, impossibilities are but normal. Impossibilities are but normal in our life. Normal in our life. And we know what had happened with Sarah. എത്രാമത്തെ വയസ്സിലാണ് സാറയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നത്? At what age? Age of 90 ആണ്. 90 എന്ന് വെച്ചാൽ 90 ഇയേഴ്സിൽ നോർമൽ സർക്കംസ്റ്റാൻസ് നാലാമത്തെ തലമുറയെ കാണേണ്ട പ്രായമായപ്പോഴാണ് ഈ മാതാവിന് ഒരു കുഞ്ഞുണ്ടാകുന്നത്. Is anything too hard for the Lord? എന്തെങ്കിലും ഉണ്ടോ? Look into your condition, maybe your physical condition. No. Nothing is coming out. We tried a lot through different quarters. We have taken counsel, advices, but nothing is working out. Lots of consultation had happened. Nothing is coming out. But it's not a full stop time. Full stop idaride. Full stop idaride. Hallelujah. സാധ്യതകളൊക്കെ അസ്തമിച്ചിട്ടുണ്ടാകാം. ബട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് നമ്മൾ ഇട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. എവിടെങ്കിലും കോളൻ വീഴട്ടെ, സെമി കോളൻ വരട്ടെ, കോമ കം ഇൻ. ഹല്ലേലൂയ. പക്ഷെ അതിനപ്പുറം the paragraph is not over, that sentence is not over. ഹല്ലേലൂയ. നമ്മൾ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ. എന്തോ നമ്മുടെ അപ്പുറത്ത് നിപ്പുണ്ട്. Holy Spirit tells you, is there anything too hard for the Lord? Hallelujah. അത് നമ്മൾ ഉത്തരം കൊടുക്കണം. We have to tell him, no Lord, there is nothing hard for you, O Lord, nothing impossible for you, O Lord. അങ്ങേക്കെല്ലാം സാധ്യമാണ് എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ this morning Holy Spirit is telling you that scenario is going to change. നിങ്ങളുടെ സിറ്റുവേഷൻ മാറാൻ പോകുകയാണ്. And God does. It's not like a magician brings out from the blue moon, from out of the coverage. അങ്ങനല്ല ദൈവം ചെയ്യുന്നത്. Nothing seems to be there. It's a barren land. അതിന്റെ മധ്യത്തിൽ നിന്ന് സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ പ്രാപ്തനായ നമ്മെ പോലൊരു മർത്യനല്ല ദൈവം. Don't be thinking in our own natural terms. Don't be talking in that terms. I'll think beyond that. അതിനപ്പുറം നിൽക്കുന്ന സർവശക്തന്റെ ആ ശേഷിയെ കുറിച്ച്, that capacity, we need to be looking into that. With God everything is possible. കഴിയുമോ? പലപ്പോഴും ചോദിച്ചിട്ടില്ലയോ കഴിയുമോ? കുടുംബമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചതാ, ഇത് പറ്റുമോ, ഇത് നടക്കുന്ന കാര്യമാണോ? But today morning once more God wants to reiterate, yes, it is possible with God. It is possible with God. It is possible with God. Hallelujah. നമ്മുടെ അകത്ത് ഇങ്ങനെ കിടക്കട്ടെ. Is there anything too hard for the Lord? Is there anything too hard for the Lord? Hallelujah. നാളുകളായി പറഞ്ഞ് അതിനെ ഉതിർത്തു വെച്ചില്ലയോ, തള്ളിക്കളഞ്ഞില്ലയോ? But again God wants to tell you, no, God will bring it to happen. ദൈവം വാരിച്ചോണ്ട് കൊണ്ടുവരും. Possibility of God ഭയങ്കരമാണ്. Again, Luke chapter 1 and verse 37. For with God nothing will be impossible. Again, it's a word being uttered to Mary, who later becomes the mother of Jesus. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ.
മൈ ഡിയർ വൺസ്, ഇത് നമ്മുടെ അകത്തിങ്ങനെ നിറഞ്ഞു നിൽക്കണമേ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. സത്യം. നമ്മൾ പലപ്പോഴും പലതിനെ പ്രതിയും ഇങ്ങനെ പറഞ്ഞും ചിന്തിച്ചും വ്യാകുലപ്പെട്ടു, ദുഃഖത്തിലായിരുന്നു, പിന്നെ നിരാശയിൽ പോയി, തകർച്ചയിലേക്ക് പോയി. ഇറ്റ്സ് ഓൾ നാച്ചുറൽ, ഡീകാഡൻസ് ആണത്. ഇങ്ങനെ നാച്ചുറലി നമ്മൾ താഴോട്ട് വരും. ബട്ട് ദൈവത്തിൻ്റെ വഴികൾ ഈ താഴെ നേരെ മേളിലോട്ട് ദൈവം കൊണ്ടുപോകും. നോ പോസിബിലിറ്റി, നത്തിങ് വർക്ക്സ് ഔട്ട്. യു ലുക്ക് ഇൻ ടു ഇറ്റ്. ഓർഡിനറി ലേമാൻ, an ordinary fisherman, ഒരു സാധാരണ മനുഷ്യനാ പത്രോസ്. നോക്കിക്കേ, എളിയ നിലയില്ല, നല്ല സംഭാഷണമൊന്നും തനിക്കില്ല, നല്ല വാക്കുകൾ അറിയത്തില്ല, പരിഷ്കൃതമായ ശൈലിയൊന്നും തനിക്കില്ല. ഒന്നുമില്ലാത്തവനായ ഒരു എളിയ മനുഷ്യന് ദൈവം പൊക്കാൻ തുടങ്ങി. ദൈവം പൊക്കിയപ്പോൾ എവിടെ കൊണ്ടുപോയി എത്തിച്ചു? ഷോ ദ പോസിബിലിറ്റി ഓഫ് ഗോഡ്. ഭയങ്കരമാ പോസിബിലിറ്റി ഓഫ് ഗോഡ്. യു ലുക്ക് ഇൻ ടു ഇറ്റ്, യു ലുക്ക് ഇൻ ടു ഇറ്റ്, ലുക്ക് ഇൻ ടു ദ സിറ്റുവേഷൻ. നോക്കിക്കേ, നമ്മുടെ വീട്ടിലാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളാകട്ടെ, വീണോ where they stand, അവരുടെ പ്രാപ്തി എത്ര ഉണ്ടെന്ന് നമുക്കറിയാം. It is all a fact. It is all a fact. But don't be looking unto the fact alone. Hallelujah. Look something beyond that. അതിനപ്പുറം ഒന്ന് കാണാൻ നമുക്കൊരു കണ്ണുകൾ ഉണ്ടായി വരട്ടെ. കണ്ണുകൾ ഉണ്ടായി വന്നിട്ട് ആ കണ്ണുകൊണ്ട് കാണണം. I always think in these terms that if David had come, hallelujah, to the battleground, he would have heard the voices what the Israelites say. What would have happened there? ഇസ്രായേൽ ജനമെല്ലാം ഗോലിയാത്തിന്റെ ആകൃതിയെ സംബന്ധിച്ച് വിവരിക്കുകയാണ്. തന്നെ ഒന്ന് എക്യുപ്പ് ചെയ്യാൻ അവർ ശ്രമിക്കുക. ദാവീദിനെ സംബന്ധിച്ച് ഒരു കൊച്ചൊരു മനുഷ്യനാണ്, മേ ബി 5.4 അടി പൊക്കം കാണത്തേയുള്ളൂ. തന്റെ മുൻപിൽ നിൽക്കുന്ന മനുഷ്യൻ 9 അടിയോളം പൊക്കമുള്ള മനുഷ്യനാ. എന്ന് വെച്ചാൽ തന്റെ ഇരട്ടിയോളമുള്ള ഗോലിയാത്തിനെ കാണുമ്പോൾ ഡേവിഡ് is not looking at the people around, he is not looking at the king Saul. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. പക്ഷേ ഡേവിഡിന്റെ നോട്ടം മൊത്തം ഹല്ലേലൂയ അതിനപ്പുറം നിൽക്കുന്നവനായ യഹോവയായ ദൈവത്തിലാണ്. ഹല്ലേലൂയയുടെ കണ്ണുകൾ അങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ഗോലിയാത്തിന്റെ ആകൃതി അത് വിവരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. He doesn't want to look at the statistics of Goliath. ഇത്രയും നാൾ എന്തോ താൻ വെല്ലുവിളിച്ച് വാക്കുകൾ എന്തോ ഉപയോഗിച്ചു എന്നൊന്നും ദാവീദിന് വിഷയമല്ല. David looks something beyond that. അതിനപ്പുറത്തേക്ക് നോക്കുകയാ. My dear ones, you going to not take the counsel of the ordinary man. I tell you that would falter you. അത് നിങ്ങളെ shatter ചെയ്തേക്കാം. but അതിനപ്പുറം നിൽക്കുന്നവനായ സ്വർഗ്ഗത്തിലെ പിതാവ് എന്നെ സംബന്ധിച്ച ദൈവം ഇച്ഛിക്കുന്നതിനെ ഒന്ന് നോക്കിക്കേ. I tell you, he can leap you bounce and bounce much ahead of whatever you think in your life. നമ്മളെ ദൈവത്തിന് കൊണ്ട് എത്തിക്കാൻ പറ്റും. എളിയ ഒരു സ്ത്രീയ മേരി, വീനോ മേരി, especially during this Christmas time, everywhere you can see Mary in limelight. തൻ്റെ അടുക്കൽ വന്ന് പറയുക, നിനക്ക് ദൈവം ഒരാൺ പൈതലിനെ തരും. നാച്ചുറൽ ക്വസ്റ്റ്യൻ, I'm not married. ഞാൻ അങ്ങനെയൊന്നും ആരെയും അറിഞ്ഞിട്ടില്ല. കർത്താവിന് ഇതൊന്നും ഒരു വിഷയമല്ല. And what happened in her life is ഒരു വാക്യം എന്നെ ചിന്തിപ്പിച്ചു. It's 1:35, Luke 1:35. And the angel answered and said to her, the Holy Spirit will come upon you. The Holy Spirit will come upon you. I tell you, this changes our life situation. Holy Spirit will come upon you. നമുക്കറിയാം, once it so happened that when David was an ordinary shepherd, a lion came to brutally attack the sheep or sheeps. Once a leopard came. And in ordinary level, no, David cannot be confronting this wild animal. It's not easy. But David, what could he have done? What would have happened in him? For sure, Holy Spirit would have descended on him. നോക്കിക്കോളെ, പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് ദാവീദ്, ഒരു സാധാരണ മനുഷ്യനായിരിക്കുന്ന ദാവീദ് ലയനെ കണ്ടപ്പോഴേ ഒരു കൊച്ചൊരു പൂച്ച വരുന്നത് പോലെയോ ഒരു ആട്ടും കുഞ്ഞു വരുന്നത് പോലെയോ തന്നെ പിടിച്ചിട്ട്, it is not possible.
ഇൻ ഹ്യൂമൻ സ്റ്റാൻഡേർഡ് നടക്കത്തില്ല. ഒരു ലൈനിൻ്റെ അടുക്കലേക്ക് അങ്ങനെ വരാൻ പറ്റുമോ? നോർമലി എനിബഡി വുഡ് ബി റണ്ണിങ് ഓഫ് ഫ്രം there. Holy Spirit makes a difference. I tell you, at times our wits would say, it's off, you are gone, കഴിഞ്ഞില്ലയോ. ഈ മന്ത്രമൊക്കെ ഒത്തിരി നമ്മൾ കേൾക്കും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം റിലൈ അപ്പോൺ ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് ഇച്ചിരി ഇടം കൊടുത്തു നോക്കുക. സഡൻലി നമ്മൾ തന്നെ, ഈ എളിയവരായ നമ്മൾ തന്നെ അമാനുഷികമായ വാക്കുകൾ നമ്മൾ പറയാൻ തുടങ്ങും. സാധ്യതയില്ലാത്ത വാക്കുകൾ we would start uttering. How come? It happens because of the help of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സഹായം വന്നു കഴിഞ്ഞാൽ ആകമാനം ഒരു മാറ്റം വരും. I don't know how many of us really takes the aid of this Holy Spirit. ഈ പരിശുദ്ധാത്മാവിന് ശരിക്കും നമ്മൾ ഇടം കൊടുക്കാറുണ്ടോ? നോക്കിയാൽ മതി, പലപ്പോഴും നമ്മൾ ഓർക്കത്ത് പോലുമില്ല. വി ആർ ഇഗ്നറന്റ് ഓഫ് ദാറ്റ്. പരിശുദ്ധാത്മാവിന്റെ സഹായത്തിനായി നാം അഭ്യർത്ഥിക്കാറില്ല. ബട്ട് ഇഫ് യു സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് കഴിയുന്നില്ല. That is right. In so many instances God has taught me this. At times of impossibility, നടക്കത്തില്ല. Through all the situation we know that it is not going to happen. ഉറപ്പായിട്ട് നടക്കത്തില്ല. But in the midst of that, I would see the helping hand of Holy Spirit coming. Helping hand of Holy Spirit. On our own, on our confidence, on our influential level, on the power which we possess. No, it is not going to happen. നടക്കത്തില്ല എന്നുള്ളത് സത്യമാണ്. But through Holy Spirit, I tell you, നമ്മൾ ആരെങ്കിലും ഒക്കെ ശുശ്രൂഷിക്കുകയോ പരിചരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് മാനുഷികമായിട്ടുള്ള നോട്ടത്തെക്കാൾ ഉപരിയായിട്ട് അതിനപ്പുറമുള്ള പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഒരു നോട്ടം നമ്മൾ നോക്കണം. The world would say, no, it will take time. It will take time to heal. Maybe it's a long time process. നാളുകളോളം എടുത്തേക്കാം. Look into Holy Spirit. No. Ask his help. പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ, എൻ്റെ അപ്പാ, എന്നെ ഒന്ന് സഹായിക്കണമേ. Hallelujah. Help us. Help me, O Lord. എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. When John brother was giving the testimony, what would have happened, John brother, when you have taken the child in your hand? For sure, it's not because of your own strength, isn't it? You relied upon God. No, suddenly that help of the Holy Spirit comes unto him, and the child whose skull has gone inside, suddenly it comes back to the normalcy. What would have happened? The reason is that the helping hand of the Holy Spirit is there. Normally എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഒരു കൊച്ചു കുഞ്ഞ് അങ്ങനെ വീണാല് അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് ഹിറ്റ് ചെയ്താൽ we would take the child to the hospital, run off. But when the helping hand of Holy Spirit comes, I tell you, things would change. Normal, ordinary woman, and suddenly, because of the Holy Spirit, and the angel answered and said unto her, the Holy Spirit shall come upon you. പരിശുദ്ധാത്മാവിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് ഒരു സാഹചര്യത്തിന്റെ മേൽ വന്നാൽ, ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ, ഹല്ലേലൂയ, നമ്മുടെ അവസ്ഥകളുടെ മേൽ വന്നാൽ, ഇന്നത്തെ അവസ്ഥകളൊക്കെ മാറും. ഉറപ്പായിട്ട് മാറും. Either we take the physical issues or the domestic issues or your any type of earthly problems in a normal level, അതുപോലെ തന്നെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അവിടെ എവിടെങ്കിലും വന്നിട്ട് ആ ദൃഷ്ടി ഒന്ന് മാറിയാൽ, നമ്മുടെ നോട്ടം ഒന്ന് മാറിയാൽ, I tell you, Holy Spirit, God would change the situation. പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്തൊന്ന് നോക്കിക്കേ. Why it is written that Holy Spirit came upon her, or Holy Spirit would come upon her? Even without that, it could have been described. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എഴുതിയത്? It makes a difference. എന്തോ ഒരു വ്യത്യാസം പരിശുദ്ധാത്മാവിലൂടെ നടക്കും. Give a chance to Holy Spirit. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിലെ give a chance, rely upon Holy Spirit. ഒന്ന് നോക്കിക്കേ, പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ, എൻ്റെ അപ്പ, എന്നെ ഒന്ന് സഹായിക്കണമേ.
ഒന്ന് പറഞ്ഞു നോക്കിക്കേ. God will help you. Again we go further. Hallelujah. Ephesians chapter 3 and verse 20. In the amplified version of Bible, it gives in a different level, much better way. Now to him who is able to carry out his purpose and do superabundantly more than all that we dare ask or think, infinitely beyond our greatest prayers, hopes or dreams, according to his power that is at work within us. നോക്കിക്കേ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും, നമുക്കറിയാവുന്നൊരു വചനമല്ലേ, അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. Which power is that? The power of Holy Spirit ആണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഉള്ളപ്പോഴാണ് this change occurs. പരിശുദ്ധാത്മാവുണ്ടോ, പരിശുദ്ധാത്മാവിന്റെ സഹായമുണ്ടോ, നമ്മൾ ഇന്ന് വരെ നനയ്ക്കാത്തത്, ഇച്ഛിക്കാത്തത്, അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത പല കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉറപ്പായിട്ട് വന്ന് ഭവിപ്പാനിടയാകും. Give a chance to Holy Spirit. It's my humble request to the church. പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കണം, കൊടുത്തു നോക്കാം. That is there within us. നമ്മളിൽ തന്നെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് വെച്ചാൽ who is there with us? God is with us. സാക്ഷാൽ ദൈവം നമ്മുടെ ഉള്ളിലായി അധിവസിക്കുക. ഈ തിരിച്ചറിവില്ലാതെ വരുമ്പോഴാണ് നമ്മളങ്ങ് ക്ഷീണിതരാകും, ദുഃഖിതരാകും. മാനുഷികമാ ദുഃഖം, പക്ഷെ അതങ്ങ് മൂർച്ഛിച്ചു പോയിട്ട് വല്ലാത്ത അളവിൽ നമുക്കിനിയും രക്ഷയില്ല എന്നൊക്കെ നാം പറയാൻ തുടങ്ങും. No, it's not that way. It's not that way. There is chance for you. Hallelujah. ഇന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, തീർന്നിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ വ്യാകുലപ്പെട്ടു പോകണ്ട. That is the handiwork of Satan. Satan would say that no, it is not going to work, but Holy Spirit says that it is going to work in you. നടക്കുമത്. And take it for granted. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ നടക്കാതിരിക്കത്തില്ല. ഇതേ മേരി വരുന്ന വർഷമായപ്പോഴേ തനിക്ക് ഒരു കുഞ്ഞുണ്ടാകുവാനിടയായി. Same angel also tells her that you have got a cousin. What's her name? Elizabeth. She is also pregnant with a child for 6 months now. 6 മാസമായി. അവർ വയോധികയാണ്, പ്രായാധിക്യം ചെന്നവർ. അവർ നോക്കിക്കോളെ, രണ്ട് എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്നവരോട് ദൈവത്തിന്റെ ഇടപെടൽ കണ്ടോ? വിച്ച് ഷോസ് ദാറ്റ് വാട്ട് എവർ ബി, ഏത് നമ്മുടെ അവസ്ഥകളാണെങ്കിലും, കൂടിപ്പോയി കുറഞ്ഞുപോയി, ഏതിൻ്റെ മധ്യത്തിലും ദൈവത്തിന് ക്രിയ ചെയ്യാൻ പറ്റുമെന്ന് once again Holy Spirit tells you. One more verse we will read. Hallelujah. Matthew chapter 19 and verse 26. But Jesus looked at them and said to them, with men this is impossible, but with God all things are possible. With men this is impossible, but with God all things are possible. We are fragile, we are feeble. No, we know about ourselves. We have got frailty, lots of limitation. Within a boundary, within a confinement we walk. That is all correct. ഇത് മനുഷ്യന്റെ പരിമിതത്വത്തെ കാണിക്കുന്ന. But with God, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. സാധ്യതയുള്ള ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോഴേ ശരിക്കും നമ്മളൊക്കെ എങ്ങനെയാ കഴിയേണ്ടത്? ഒരു നിറവിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാകണം കേട്ടോ. It's not for the reason that we have got so many possessions with us. It's not for that reason. Even when nothing is there on a worldly terms, who is there with us? സാക്ഷാൽ ദൈവം നമ്മോടൊപ്പമുണ്ട്. ഈ തിരിച്ചറിവാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. ദൈവത്തിനെല്ലാം കഴിയും, എല്ലാം കഴിയും. Let me tell you, even when you have got promises in your life, when you go out or somebody hears about it, the words which they utter would naturally bring it to somewhere to fade.
സാധ്യതകൾ ഒത്തിരിയുണ്ട്. മനുഷ്യൻ്റെ ഒത്തിരി വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പം എവിടെയോ മങ്ങൽ വരും, എവിടെയോ അതൊക്കെ ഇങ്ങനെ ചോർച്ച പോലെ വരും, എവിടെയൊക്കെയോ നമുക്ക് തോന്നും ഇതൊക്കെ അങ്ങ് ദ്രവിച്ചു പോകുകയാണ്. ഇതൊക്കെ ലൗകിക തലമാ. പക്ഷെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ let's close our eyes. Hallelujah. It is because of this that Paul says in Philippians 4:13, I can do all things through Christ who strengtheneth me. Hallelujah. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. നമ്മുടെ ദൈവത്താൽ ഹല്ലേലൂയ ഞാൻ ഈ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഹല്ലേലൂയ, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. മതിലിന്റെ വലിപ്പം നമ്മളെ ചിന്തിപ്പിക്കേണ്ട. എത്രയോ വലിയ ഹല്ലേലൂയ ഹൈ ജമ്പുകാരനൊക്കെ പൊങ്ങി ഉയർന്നപ്പുറത്ത് പോയതിനേക്കാൾ അപ്പുറത്ത് കൊണ്ടെത്തിക്കാൻ ദൈവത്തിന്റെ പക്കല് ഒത്തിരി വഴികളുണ്ട്. ഹല്ലേലൂയ. Once again God tells you that hallelujah, I am the Lord. Hallelujah. God. Hallelujah. Is there anything too hard for me? എനിക്ക് വല്ലതും കഴിയാത്തതായിട്ടുണ്ടോ? ഞാൻ സകല ജഡത്തിനും യഹോവയാം ദൈവമാണ്. എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്. കഴിയാത്ത വല്ലതും ഉണ്ടോ? ദൈവത്തിന് കഴിയാത്തതുകൊണ്ട് ദൈവത്തിന് കഴിയാത്തതായ ഒറ്റ കാര്യവുമില്ല, ഒരു കാര്യവുമില്ല. നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് പറയണം, എന്റെ ദൈവത്തിന് കഴിയും കർത്താവേ. Your body might not be responding as you wish. You've got desire, but it is not working out. Somewhere you are struggling, maybe with your emotions. But Holy Spirit, God tells you, no, it's not over. It's not over. See, ages are only numerical, no figures. It doesn't matter much. It doesn't matter you're 99 years old, you're 89 years old, it doesn't matter. A God is a God of impossibility. Hallelujah. നമ്മുടെ ദൈവത്തിന്റെ സാധ്യതകൾ ഭയങ്കരമാണ്. Hallelujah. Can you rely upon him? Again and again Holy Spirit tells you, no, it is possible with me. ദൈവത്തിന് മഹത്വം. Hallelujah, Lord. Hallelujah. Shall we all rise to our feet? നമുക്കെല്ലാം നിൽക്കാം. So we're going to sing a very familiar chorus. Is anything too hard for the Lord? 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 And the response is no. Nothing is too hard for the Lord. No, nothing is too hard for the Lord. No, nothing is too hard for the Lord. And in Malayalam ഉണ്ട് യേശുവാൽ അസാധ്യമായി എന്തുള്ളൂ. And യേശുവാൽ അസാധ്യമായി എന്തുള്ളൂ. And ഉത്തരം യേശുവാൽ അസാധ്യമായത് ഒന്നുമില്ല. We're going to sing that song and worship the Lord. Is anything too hard for Is anything too hard for the Lord? Is anything too hard for the Lord? Is anything too hard for the Lord? Is anything too hard for
that is too hard for you, നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ബുദ്ധിമുട്ടായി ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്ന, എനിക്കത് കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഏത് വിഷയമാണെങ്കിലും bring it out into the open in the presence of the Lord. അതിനെ നോക്കി പറ, no, nothing is too hard for the Lord. അതിനെ നോക്കി തന്നെ പറ, no, nothing is too hard. ദൈവം നമ്മളോട് സംസാരിച്ച, is anything too hard for the Lord? Hallelujah. Is anything too hard for the Lord? Is anything too hard for the Lord? Is anything too hard? Is anything too hard? Is anything too hard? No, nothing. No, nothing is too hard for the Lord. No, nothing is too hard for the Lord. No, nothing is too hard. No, nothing is too hard. No, nothing is too hard for the Lord. യേശുവാല സാധ്യം, ഓ എൻ യേശുവാല സാധ്യമെന്നുള്ളൂ. ഓ എൻ യേശുവാല സാധ്യമൊന്നുണ്ടോ? യേശുവാല സാധ്യമൊന്നുണ്ടോ? യേശുവാല സാധ്യം, യേശുവാല സാധ്യമെന്നുള്ളോ? ഒന്നുകൂടെ ആമേൻ. യേശുവാല സാധ്യമൊന്നുണ്ടോ? യേശുവാല സാധ്യമൊന്നുണ്ടോ? യേശുവാല സാധ്യം, യേശുവാല സാധ്യം, യേശുവാല സാധ്യമൊന്നുണ്ടോ? യേശുവാല സാധ്യമൊന്നുമില്ല. യേശുവാല സാധ്യമൊന്നില്ല. യേശുവാല സാധ്യം, യേശുവാല സാധ്യം, യേശുവാല സാധ്യമൊന്നില്ല. Is anything too hard for the Lord? Is Anything too hard for the Lord? Is anything too hard? Is anything too hard? Is anything too hard for the Lord? No, nothing is Too hard for the Lord. no, Nothing is too hard for the Lord. No, nothing is too hard. No, nothing is too hard. No, nothing is too hard for the Lord. no, nothing is too hard. No, nothing is too hard. No, nothing is too hard for the Lord. No, nothing is Too hard. No, nothing is too hard. No, nothing is too hard for the Lord. no, nothing is too hard. Maybe your No, exam, nothing is maybe your too job, hard. maybe your future. Nothing is No, too nothing hard is for hard. the Oh yes, Lord. hallelujah. Bring it out into the open. Nothing is too hard. No, nothing is too Sing hard. it out. Nothing With praise, is we too shout the hard Lord. for the Lord. Hallelujah. No, nothing is too hard. No, Nothing is too hard. Nothing is too hard for the Lord. No, nothing is too hard. No, nothing is too hard. Nothing is too hard for the Lord. Nothing is too hard. Nothing is too hard. Nothing is too hard. Hallelujah, hallelujah. No, nothing is too hard for the Lord. Nothing is too hard for the Lord, no matter what it is. Hallelujah, no matter what it is. Nothing is too hard for the Lord. Hallelujah. Hallelujah. ഈ വചനത്തെ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് കടന്നു പോകാം. I request Evangelist Alvin to close this meeting in prayer, and Pastor Madhu will be giving the benediction as well. Hallelujah. Hallelujah. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം 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 സ്നേഹവാൻ ദൈവം സ്വർഗ്ഗപിതാവേ നല്ല സമയത്തിനായി സ്തുതി ചെയ്യുന്നു കർത്താവേ ഇത്രത്തോളം സമയം കർത്താവേ അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ പാടുവാൻ പ്രാർത്ഥിപ്പാൻ ആരാധിപ്പാൻ കർത്താവേ അവിടുത്തെ വചനം കേൾപ്പാൻ എല്ലാം കർത്താവ് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തുതി ചെയ്യുന്നു കർത്താവേ ഇത്രത്തോളം സമയം കർത്താവേ ഞങ്ങളെ അവിടുന്ന് കൂട്ടിവരുത്തി കർത്താവേ അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഹല്ലേലൂയ സ്തോത്രം 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 കർത്താവേ വിടുതലിന്റെ സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കർത്താവേ ഞങ്ങൾ ഓരോരുത്തരുടെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ വചനത്തോട് സൂക്ഷിച്ച കർത്താവേ ദൈവവാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ അവിടുന്ന് കർത്താവേ തന്ന ആലോചന കർത്താവേ
ഹൃദയപൂർവ്വം സ്വീകരിപ്പാനും കർത്താവേ, നല്ല ദിനത്തിൽ വീണ കർത്താവ് വിത്ത് പോലെ കർത്താവ് അധികമായി ഫലം കായ്പാൻ അവിടെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യഹോവയാൽ കഴിയാത്ത കർത്താവേ യാതൊരു കാര്യവുമില്ലല്ലോ കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും കർത്താവേ അത്യന്തപരമായി കർത്താവേ ചെയ്യുന്ന കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം 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 കർത്താവേ. എൻ്റെ ദൈവത്താൽ കർത്താവേ ഞാൻ മതിൽ ചാടിക്കറക്കും പടക്കൂട്ടരെ പാഞ്ചെല്ലും കർത്താവേ എന്ന അവിടുത്തെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവ്. ഒരു ദിവസം കർത്താവേ അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ച് കർത്താവ് മുമ്പോട്ട് പോകാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവേ. അധികമായി ഞങ്ങളെ ഓരോരുത്തരും അവിടെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവേ. സകല വിഷയങ്ങളുടെ കരങ്ങളിൽ താഴ്ത്തി വീഴുന്നു, യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുള്ള സുഖം പിതാവേ, ആമേൻ. May the love of God, the grace of our Lord Jesus Christ, and the sweet fellowship of Holy Spirit be with us for now and forever. Let us shout the Lord with the hallelujah. 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 Amen, Jesus. Amen. Amen. Now we'll be having the Sunday school. I request and also take part in the sweets which Manjusha has given. God bless you and have a great week ahead. God be with you.